പ്രിയപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഒരു ഐ ഓപ്പണിംഗ്. ഏതായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അദ്ദേഹം വിശ്വസിക്കുന്ന ആ ദൈവത്തിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ആൻസേഴ്സ്, അല്ലെങ്കിൽ അവർ തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എത്ര എണ്ണം ഇന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രധാനമായിട്ട് 12 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് എത്ര നോക്കാം. പറ്റുമെങ്കിൽ ബുക്ക് പേൻ എടുക്കുക, എന്നിട്ട് അത് എഴുതിയെടുക്കാനായിട്ട് നോക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ തമ്പുരാനോട്, ദൈവത്തോട് പരിഭവം പറഞ്ഞിട്ടുണ്ടാവാത്ത ദിവസം ഉണ്ടാവില്ല, അല്ലേ? എല്ലാ ദിവസവും നമ്മളെ തമ്പുരാനോട് പരിഭവങ്ങൾ പറയും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് തമ്പുരാനോട് ചോദിക്കുന്നത്, ദൈവത്തിനോട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അപ്പം ഞാൻ സൂചിപ്പിച്ചു, വളരെ പ്രശസ്തനായിട്ടുള്ള ആ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ നിന്ന സമയത്ത് ഇദ്ദേഹം ദൈവത്തിന് എഴുതിയ കത്തും അതിൽ ലഭിച്ച മറുപടികളാണ് അദ്ദേഹം ആ ബുക്കിൽ പരാമർശിക്കുന്നത്, അല്ലെ ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നത് ശിക്ഷിക്കുന്ന ഒരു രൂപമല്ല, അത് മനസ്സിലാക്കണം. മറിച്ച് നമ്മളിൽ തന്നെയുള്ള ഒരു ഊർജമാണ് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം ശിക്ഷിക്കുന്ന ഒരാളല്ല, നമ്മുടെ ഉള്ളിലുള്ള ഊർജം തന്നെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദൈവം ഒരു ശിക്ഷ നൽകുന്ന ഒരാളായതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷെ ആദ്യമേ അദ്ദേഹം പറയുന്നു, അങ്ങനത്തെ ഒരു സംഭവം അല്ല അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത്, ആദ്യ പാഠം അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത് ഭയമല്ല സ്നേഹമാകട്ടെ അടിസ്ഥാനം എന്നാണ്. നിങ്ങൾക്ക് ഭയമല്ല സ്നേഹമാകട്ടെ അടിസ്ഥാനം എന്നാ പറയുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പിന്നിൽ 2 വികാരങ്ങളാണുള്ളത്. ഒന്ന് ഭയമായിരിക്കും, ഇല്ലെങ്കിൽ സ്നേഹമായിരിക്കും. എല്ലാ വികാരങ്ങൾക്കും പിന്നിൽ 2 കാര്യങ്ങളുണ്ടാവും. എല്ലാ പ്രവൃത്തികൾക്കും പിന്നിൽ 2 വികാരങ്ങളുണ്ടാവും. ആദ്യത്തേത് ഭയമാവാം, അല്ലെങ്കിൽ സ്നേഹമാവാം, അല്ലെങ്കിൽ സ്നേഹമാവാം, അല്ലെങ്കിൽ ഭയമാവാം. ഈ 2 കാര്യമാണ്, ഭയം അല്ലെങ്കിൽ സ്നേഹമായിരിക്കും. അപ്പൊ ഭയം നമ്മെ തളർത്തുന്നു, സ്നേഹം നമ്മളെ വികസിപ്പിക്കുന്നു എന്നാ പറയുന്നത്. സോ ഭയം നമ്മളെ എന്ത് ചെയ്യും? തളർത്തും. സ്നേഹം നമ്മളെ എന്താക്കും? വികസിപ്പിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ജീവിതത്തിലെ ഓരോ തീരുമാനം എടുക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ഇന്ന് ചെയ്തത് ഭയം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ? ഇത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഓരോ ദിവസവും നിങ്ങൾ ചോദിക്കുക, ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഭയം കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ എന്ന്. ഫസ്റ്റ് പറയുന്നു, ഭയമല്ല സ്നേഹമാകട്ടെ അടിസ്ഥാനം എന്നാ. രണ്ടാമത്തെ പാഠം അദ്ദേഹം പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാവാണ് എന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാവാണെന്നാണ്. പലപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ സംസാരിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി. സോ ദൈവം നമ്മുടെ വിധി മുൻകൂട്ടി എഴുതി വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പകരം നമ്മളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ നമ്മുടേതായ ലോകം സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത്. ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ഇത് മൂന്നുമാണ് ഒരു സൃഷ്ടിയുടെ വഴി എന്ന് പറയുന്നത്. ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ. അല്ലാതെ ദൈവം ഓൾറെഡി വിധി മുൻകൂട്ടി എഴുതി വെച്ചിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സൃഷ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലങ്ങളിലേക്കുള്ള ഉയർച്ച ആയിക്കോട്ടെ, താഴ്ച ആയിക്കോട്ടെ, അനക്കമില്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ. ഞാൻ അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, എന്നാൽ ടോപ്പിക് നമ്മൾ വലുതായി പോകും. സോ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് നിർത്തേണ്ടതുണ്ടല്ലോ. മൂന്നാമത്തെ പാഠം അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നന്മയും തിന്മയും ആപേക്ഷിതമാണെന്നാ പറയുന്നത്.
നന്മയും തിന്മയും. ലോകത്ത് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രതിസന്ധികളെ ശിക്ഷയായി കാണാതെ നമ്മെ കൂടുതൽ വളർത്തുവാനായിട്ടുള്ള അവസരങ്ങളായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. എന്താ ചെയ്യേണ്ടേ? നമ്മളുടെ പ്രതിസന്ധികളെ അതൊരു തമ്പുരാൻ തരുന്ന ശിക്ഷ എന്ന് കാണാതെ നമ്മെ കൂടുതൽ വളർത്തുവാനായിട്ടുള്ള അവസരങ്ങളായിട്ട് കാണാനായിട്ട് മനസ്സിലാക്കുക. ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? മ്യൂട്ട് മാറ്റാം. ഓക്കെ, താങ്ക് യു. യെസ്, അങ്ങനെയാണെങ്കിൽ പാഠം 4ലേക്ക് പോകും. പാഠം 3 വരെയാണ് ഇപ്പൊ നോക്കിയത്. പാഠം 4 പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോടൊപ്പമല്ല എന്നാണ്, എന്നാൽ ദൈവം നമുക്കുള്ളിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദൈവം ആകാശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഒരാളല്ല. ആക്ച്വലി നമ്മൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ആ ദൈവത്തിന്റെ അംശമുണ്ടെന്ന് പറയുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യം എന്നാ പറയുന്നത്. സോ ദൈവം പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ട് അല്ല. ദൈവം ആകാശത്തിരുന്ന് നമ്മളെ ശിക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇരിക്കുന്ന ഒരാളല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു അംശമാണ് ദൈവിക അംശം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ കൂടുതൽ മൂല്യമുള്ളതാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റുള്ളവരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടെ ദൈവത്തെ സ്നേഹിക്കുന്നത് തുല്യമാണെന്ന് പറയുന്നു. പാഠം 4, ദൈവം പുറത്തല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പാഠം 5 പറയുന്നു, പരാജയം എന്നൊന്നും സംഭവമില്ല. പരാജയം എന്നൊരു സംഭവം നമുക്കില്ല. നമ്മൾ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളാണ് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. അത് നമ്മുടെ തെറ്റല്ല, അത് അനുഭവമാണ്. അത് പൂർണ്ണതയ്ക്ക് നയിക്കണമെങ്കിൽ അവിടെ തെറ്റുകൾ സംഭവിക്കണം. അപ്പൊ ജീവിതം ഒരു പരീക്ഷയല്ല, മറിച്ച് ജീവിതം ഒരു അനുഭവമാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന എന്താണ്? ജീവിതം ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ പരീക്ഷയാണ് തരത്തിലാണ്. ഇതൊരു അനുഭവമാണ് ആക്ച്വലി. പറഞ്ഞ മനസ്സിലാവുണ്ടോ? സോ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. ഒന്നും കൂടെ ഞാൻ പറയുന്നു. പാഠമെന്ന് അദ്ദേഹം പറയുന്നത് ഭയമല്ല, സ്നേഹമാകട്ടെ അടിസ്ഥാനം എന്നാ. രണ്ടാമത് അദ്ദേഹം പറയുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാക്കളാണെന്നാ പറയുന്നത്. 3 പറയുന്നു നന്മയും തിന്മയും ആപേക്ഷിതമാണെന്നാ പറയുന്നത്. ഇനി 4 പറയുന്നു ദൈവം നമ്മളോടൊപ്പം അല്ല, നമ്മൾ ആണ് ദൈവം എന്ന് പറയുന്നുണ്ട്. 5 പറയുന്നു പരാജയം എന്നൊന്നില്ല എന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഒരു 30 സെക്കൻഡ്സ് ഞാൻ നൽകാം. ആ 30 സെക്കൻഡ്സ് പെട്ടെന്ന് നിങ്ങളൊന്ന് ഈ പറഞ്ഞ 5 കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക, ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്യുക വേഗം. ഓക്കെ, ഇതുവരെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6, നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമാണ്. റീസെൻ്റ്ലിയാണ് ഈ ബുക്ക് ആക്ച്വലി പഠിക്കാനിടയായത്. പക്ഷെ അതിനൊക്കെ മുന്നേ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ തമ്പുരാനോട് ഞാൻ നന്ദി പറയാം. എത്രയോ കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ, എൻ്റെ ഈ ബേസിക് കോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത മുതലേ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവത്തോട് നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നതാണോ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിനേക്കാൾ അത് ലഭിച്ചു എന്ന് ഉറച്ചു വിശ്വസിച്ച് നന്ദി പറയുന്നതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന, പരാതികൾ പറയുന്നതല്ല. അപ്പം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിയിലേക്ക് അല്ലെങ്കിൽ ആ സൃഷ്ടിയിൽ നിന്നും ഉള്ള സമൃദ്ധി എന്ന സംഭവത്തിലേക്ക്, നമുക്ക് അബൻഡൻസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ പറ്റും. ആ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി 7ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വികാരം. ഈ വികാരം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഭാഷയാണ്. വികാരം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഭാഷ എന്നാണ് പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല.
ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളുടെ മാത്രമല്ല, നമ്മളുടെ വികാരങ്ങളിലൂടെയും അല്ലെങ്കിൽ ഫീലിങ്സ് അതിലൂടെയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദം അല്ലെങ്കിൽ ആ തോന്നൽ പലപ്പോഴും ദൈവികമായിട്ടുള്ള വഴികാട്ടിയായിരിക്കും. അത് ശ്രദ്ധിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം അല്ലെങ്കിൽ തോന്നൽ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു വഴികാട്ടിയും കൂടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാവണമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ പഠിക്കണം. ഓക്കെ, അദ്ദേഹം വേറൊരു കാര്യം പറയുന്നു. എട്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ ഒന്നെന്നാണ്. നമ്മൾ ഒന്നെന്നാണ്, ഒന്നസ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലകങ്ങളും ഒരേ സ്രോതസ്സിൽ നിന്നുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് സഹായിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ ഒരു കോൺവെർസേഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് വേദനിപ്പിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക. അതാണ് ചതി, വഞ്ചന, പറ്റിപ്പ്, അതൊന്നും വേണ്ട എന്ന് പറയുന്നത്. നിങ്ങളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈൻ വൺനെസ് എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാണെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തിരിച്ചറിവ് നമുക്ക് കൂടുതൽ കരുണ ഉണ്ടാക്കാനായിട്ട് ധാരാളമായി സഹായിക്കും. കരുണ, നമ്മളെല്ലാം ഒന്നാണ്, ഞാൻ നിന്നെ ഉപദ്രവിച്ചാൽ അത് എന്നെ ഉപദ്രവിക്കുന്ന തുല്യമാണ് എന്ന തരത്തിലുള്ള തിരിച്ചറിവ് നമുക്ക് കൂടുതൽ കരുണ ഉണ്ടാക്കാനായിട്ട് ധാരാളം സഹായിക്കും. അദ്ദേഹം പറയുന്നു 9ാമത്തെ ഒരു കാര്യം, മതം ഒരു ഉപകരണം മാത്രമെന്നാണ്. മതം ഒരു ഉപകരണം മാത്രമെന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിലേക്ക് എത്താൻ മതങ്ങൾ നല്ലതാണ്, പക്ഷേ മതം തന്നെയല്ല ദൈവം. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം, ഒരു പക്ഷെ ചില ആൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവും. സോ ക്ഷമിക്കുക എന്നോട്. ചില സത്യങ്ങൾ നമ്മൾ ഹേർട്ട് ആക്കും, അതുകൊണ്ട് ക്ഷമിക്കുക. ഒരു കല്ല് ഒരിക്കലും ദൈവമല്ല, ഓക്കെ? പക്ഷേ ദൈവത്തെ ഓർക്കാൻ ആ കല്ല് ധാരാളമായി നമ്മളെ സഹായിക്കും. പല ക്ലാസ്സുകളിലും ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് വിഗ്രഹങ്ങളെ പൂജിക്കണം, വിഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കൾ പൂജിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മതം എന്ന് പറയുന്ന സംഭവം ഒരു നിയമമാണ് ആക്ച്വലി. ആ നിയമങ്ങളിൽ നിങ്ങൾ എന്താണ് ലോക്കാകാതെ ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ കണ്ടെത്തണം. ഒരിക്കലും മതം എന്ന് പറയുന്നത് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. പക്ഷെ മതം വേണം. എന്തിനാണ് മതം എന്ന് പറയുന്ന സംഭവം? ദൈവത്തെ തിരിച്ചറിയാൻ നല്ലതാണ്, ദൈവത്തെ ഓർത്തെടുക്കാൻ നല്ലതാണ്. പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞാലുള്ള പ്രോബ്ലം, നമുക്ക് ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. ഓക്കെ, സോ എത്രണ്ണമായി ഇപ്പോൾ? 10. യെസ്, 11 അദ്ദേഹം പറയുന്നു, സമൃദ്ധി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. സമൃദ്ധി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ലോകത്ത് ഒന്നിനും കുറവില്ല. അത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അബൻഡൻസ്, നമ്മുടെ ലോകം, പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. ആവശ്യത്തിൽ കൂടുതലുണ്ട്. പണം ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, സമാധാനം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാവർക്കും ആവശ്യത്തിനുണ്ട് ഇവിടെ. എനിക്ക് ലഭിക്കില്ല എന്ന ഒരു ദരിദ്രമായിട്ടുള്ള ചിന്താഗതി, സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് മാറ്റിയാൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് സമൃദ്ധി എത്തിക്കും. എത്രയോ മാസങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ കാര്യം, എത്രയോ മാസങ്ങളായിട്ട്. അത്രയും മാസങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്തപ്പം പലതരത്തിലുള്ള അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റി. അതിനെ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ക്ലാസ്സിലും വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് നേടാനായിട്ട് ഇവിടെ സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്തും ആയിക്കോട്ടെ, എന്തും നമുക്ക് നേടാൻ പറ്റും. പക്ഷേ ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും നമ്മൾ മാറിയാൽ മാത്രമേ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകത്തുള്ളൂ. ഫൈനലി അദ്ദേഹം പറയുന്നു, മരണം ഒരു വസ്ത്രം മാറലാണ്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റമാണ്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, നോട്ട് ബി ഡിസ്ട്രോയിഡ്. ശരീരം നശിച്ചാലും ആത്മാവ് നിലനിൽക്കുന്നുണ്ട്. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനായിട്ട് കഴിയുന്നത്. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനായിട്ട്
കഴിയുന്നത്. സോ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് മാത്രമല്ല, ഇനി എത്രമാത്രം ഇനി മനസ്സിലാക്കാനുണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ പറഞ്ഞു പോയ കാര്യം, ആം, അദ്ദേഹം വലിയൊരു ടഫ് സിറ്റുവേഷനോടെ യാത്ര ചെയ്ത സമയത്ത് ദൈവവുമായിട്ട് സംഭാഷണം ചെയ്ത പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങളാണ്. ആ 12 ചോദ്യങ്ങളുള്ള ഉത്തരങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ 12 പാഠങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് പരാതികളില്ലാത്ത സമാധാനമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും. നഗ്നമായിട്ടുള്ള സത്യങ്ങളാണ് പറഞ്ഞത്. സോ നമ്മളെല്ലാവരും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റുക. ദൈവം പുറത്തല്ല, ദൈവം നിങ്ങളുടെ ഉള്ളിലാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിരിച്ചറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടെ മനോഹരമാവും. ഓക്കെ.